ഹായ്, ദിസ് ഈസ് സൂപ്പർ 30. നമ്മുടെ 12ാമത്തെ ചോദ്യമാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് പ്ലേലിസ്റ്റിൽ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഓഫ് ട്രജക്ടറി തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ട്രജക്ടറി y ഈസ് ഈക്വൽ ടു ax മൈനസ് bx² തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സാർ ഈ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇക്വേഷൻ ഓഫ് ട്രജക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയും എക്സും തമ്മിലുള്ള റിലേഷനാണ്. അതായത് നമുക്കറിയാം പ്രൊജക്റ്റൈൽ ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ അത് എക്സിലൊരു ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട്, വൈയിലും ഒരു ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ? ശരി. അപ്പോൾ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു എക്സിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ എക്സിൽ ഇത് ഇത്ര വരെ എത്തിയപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ അത് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന് ആര് പറഞ്ഞുതരും? ഇക്വേഷൻ ഓഫ് ട്രജക്ടറി പറഞ്ഞുതരും. മനസ്സിലായോ? പ്രൊജക്റ്റൈൽ ഇങ്ങനെ പോയി ഇവിടെ എത്തിയപ്പോൾ എക്സിൽ എന്ത് ചെയ്തു? ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു അത് ആര് പറഞ്ഞുതരും? ഇക്വേഷൻ ഓഫ് ട്രജക്ടറി പറഞ്ഞുതരും. ഓക്കെ, സോ ബേസിക്കലി എക്സും വൈയും തമ്മിലുള്ള റിലേഷനാണ് ഇക്വേഷൻ ഓഫ് ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് ഇക്വേഷൻ ഓഫ് ട്രജക്ടറി എന്നിട്ട് ചോദിക്കുന്നത് ഇവിടെ തൊട്ട് നോക്കാം. ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പാർട്ടിക്കിൾ ആൻഡ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫ്രം ദ ഹൊറിസോണ്ടൽ. നമുക്കിവിടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷനും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഇത് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റും കണ്ടുപിടിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ മാക്സിമം ഹൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു കർവിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് കോൺസെപ്റ്റ്. മാക്സിമം ഹൈറ്റിൽ സ്ലോപ്പ് 0 ആയിരിക്കും. മാക്സിമം ഹൈറ്റിൽ സ്ലോപ്പ് 0, എച്ച് മാക്സ് എന്ന് പറയുമ്പോൾ അവിടെ സ്ലോപ്പ് എന്തായിരിക്കും? 0. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? സോ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx = 0 എന്ന് ഇട്ട് കൊടുക്കുക. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്താ കിട്ടുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ a - 2bx = 0 എന്ന് കിട്ടും. കണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചാലോ. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a = 2bx എന്ന് കിട്ടും. അതിൽ നിന്ന് x = a/2b ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടിയടാ? a/2b എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ a/2b ആകുന്നിടത്താണ് എക്സിൻ്റെ വാല്യൂ കണ്ടോ a/2b ആകുന്നിടത്താണ് എന്ത് കിട്ടുന്നത്? സ്ലോപ്പ് 0 ആവുന്നത്. കണ്ടോ ഈ പോയിന്റ്? അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ അതായിരിക്കും നമ്മുടെ മാക്സിമം ഹൈറ്റ് അല്ല, ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം വാല്യൂ ആയിരിക്കും നമ്മുടെ വൈയുടെ വാല്യൂ ആയിരിക്കും നമ്മുടെ മാക്സിമം ഹൈറ്റ് അല്ലേ? അപ്പോൾ ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്തേക്ക് ഇട്ട് കൊടുത്താൽ മതി, ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ഇതിൽ വൈ മാക്സിൻ്റെ വാല്യൂ a ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ a/2b മൈനസ് b ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യണം? എക്സിൻ്റെ സ്ക്വയർ ഇട്ട് കൊടുക്കണം അല്ലേ? അതായത് a²/4b² എന്ന് ഇട്ട് കൊടുക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടും? ഇവിടെ a²/2b മൈനസ് a²/4b അല്ലേ? ഇതെന്താണ് സാധനം? ഇത് അര a²b എന്ന് 1/4 a²b മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? വീണ്ടും ഒരു 1/4 a²/b അല്ലേ? ഇതാണ് കിട്ടുക. അപ്പോൾ ഹൈറ്റ് എന്തായിരിക്കും? 1/4 a²/b 1/4 a²/b അല്ലേ? യെസ്. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ ആൻസർ. ഇതല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരിക? യെസ്, ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലേ? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ആംഗിളൂടെ കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഹൈറ്റ് a²/4b എന്ന് കിട്ടി. നമുക്ക് ആംഗിൾ tan ഇൻവേഴ്സ് എന്നാണ് കിട്ടുക. അതും കൂടെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാം. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ? y = x tan θ ഇൻറ്റു 1 - x/r. ഇതുമായിട്ട് എന്ത് ചെയ്യാം? ഇതിനെ കമ്പയർ ചെയ്യാം. ഇത് നമുക്ക് ഈ രൂപത്തിലേക്ക് ആക്കിയാലോ? y = ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ax-നെ പുറത്തെടുക്കാം. ax-നെ പുറത്തെടുത്തു. അപ്പോൾ അകത്ത് എന്തോന്നു? 1 വന്നു. മൈനസ് ഇവിടെ എക്സ് മാത്രമേ വരാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ എക്സ് മാത്രം വരുമ്പോൾ ഇവിടെ നമ്മൾ എക്സ് എഴുതി കഴിഞ്ഞാൽ താഴത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? താഴത്ത് നമ്മൾ a/b എന്ന് എഴുതി ശരിയാവും. നോക്കി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ax വന്നു മൈനസ് ax² b മുകളിലേക്ക് ഇങ്ങനെ എഴുതി കൂടെ? ഇതിനർത്ഥം എന്താടാ? ഇതിനർത്ഥം എന്ന് പറയുന്നത് ഇവിടെ 6 ഇവിടെ a/b അല്ലേ? ഇവിടെ 6 ഇവിടെ a/b. യെസ്, ഇവിടെ 6 a/b. നമുക്ക് ഇതെല്ലാം ആവശ്യം. നമുക്ക് നോക്കിയിടാം ഇവിടെ
ടാൻ തീറ്റ, എക്സിൻ്റെ കൂടെ ഇവിടെ ടാൻ തീറ്റ, ഇവിടെ എക്സിൻ്റെ കൂടെ എ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് എഴുതി കൂടെ, എ ഈക്വൽ ടു ടാൻ തീറ്റ. അതായത് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് ഓഫ് എ. ഓക്കെ, സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നമുക്ക് ഓൾറെഡി മനസ്സിലായി. അപ്പോൾ ഞാൻ രണ്ടും കാണിച്ചു തന്നു. തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ മാക്സിമം ഹൈറ്റും കണ്ടുപിടിച്ചു. സോ ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ.